ചേലാമറ്റത്തപ്പൻ പുരസ്കാരം മേള പ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ഫെബ്രുവരി 26-ന് ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുരസ്കാരം സമർപ്പിക്കും. മേളത്തിന്റെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരെ പുരസ്കാര സമിതി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചേലാമറ്റം ക്ഷേത്രത്തിന്റെ അഭ്യുന്നതിക്കു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച VN നാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ചേലാമറ്റത്തപ്പൻ പുരസ്കാരം മേളപ്രമാണി ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ഡോക്ടർ AV വേലായുധൻ നായർ, VH ഹരിദാസ്, PR സുനിൽകുമാർ എന്നിവരടങ്ങുന്ന പുരസ്കാര സമിതിയും പ്രൊഫസർ PV കൃഷ്ണൻ നായർ, കാലടി കൃഷ്ണയ്യർ, ശ്രീവത്സൻ തീയാടി എന്നിവരടങ്ങുന്ന പുരസ്കാര നിർണയ സമിതിയുമാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഈ വർഷം മുതൽ ചേലാമറ്റം ദേവസ്വം ട്രസ്റ്റ് ഒരു പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. ആ പുരസ്കാരത്തിൻ്റെ പേര് ചേലാമറ്റം തപ്പൻ പുരസ്കാരം. എന്താണ് അങ്ങനെ തീരുമാനിക്കാൻ കാരണമെന്ന് വെച്ചാൽ, ദീർഘവർഷമായിട്ട്, അത് 40-45 വർഷമായി ചേലാമറ്റം ട്രസ്റ്റ് ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന VN നാരായണൻ നമ്പൂതിരി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു എൻഡോവ്മെൻ്റ് ഏർപ്പെടുത്തി. ആ ഫണ്ടിൽ നിന്നുള്ള പൈസ ഉപയോഗിച്ച് കേരളീയ ക്ഷേത്രകലകളെ വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമായി ഒരു പുരസ്കാരം നടത്തണം, ഒരു പുരസ്കാരം നൽകണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ എന്തിനാണ് പുരസ്കാരം നടത്തേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ദീർഘമായ ചർച്ചയും ഒക്കെ നടത്തി. അപ്പോൾ ഓരോ വർഷവും ഓരോ മേഖലയ്ക്ക് നൽകാം എന്ന് തീരുമാനിച്ചു. നിരവധി ക്ഷേത്രകലകളുണ്ട്. അതിൽ ഈ വർഷം മേളം എന്ന വിഭാഗത്തിന് പുരസ്കാരം നൽകാമെന്നാണ് തീരുമാനിച്ചത്. മേളം എന്ന് പറഞ്ഞാൽ പല മേളങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സാങ്കേതികമായി ഒന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ സംസാരിക്കാനുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മേളത്തിന് നൽകാമെന്നും, അപ്പോൾ മേളത്തിന് നൽകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്ഷേത്രകലകളിൽ ഏറ്റവും പ്രാധാന്യമുള്ളതും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളായും പൂജയുമായും എല്ലാം തൊട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ മേളം എന്നുള്ളത്. മേളമില്ലെങ്കിൽ ക്ഷേത്രത്തിന് നിലനിൽപ്പില്ല. അപ്പോൾ മേളക്കാരന് കൊടുക്കാം. അപ്പോൾ മേളക്കാരന് കൊടുക്കാന്ന് പറഞ്ഞാൽ ഏത് മേളത്തിന് എന്നൊക്കെയുള്ള ചർച്ച വരും. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഞങ്ങളുടെ അമ്പലത്തിലെ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾക്കോ ഒന്നും ആരാ നല്ല മേളക്കാരൻ കേരളത്തിലെ എന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം ഞങ്ങൾക്ക് ആർക്കുമില്ല. അപ്പം ഞാൻ അന്വേഷിച്ചു, ഇതിനെ ആരാണ് ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനും ഒരു തെരഞ്ഞെടുപ്പ് നടത്താനും ഒക്കെ ഉള്ള കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആൾ എന്ന് അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് 2-3 ആളുകളെ ശ്രദ്ധയിൽപ്പെട്ടു. അത് 2 പേര് ഇവരാണ്. ഞാൻ പറയാം. അങ്ങനെ ഒരു പുരസ്കാര നിർണയ സമിതിയെ ഞങ്ങൾ ഉണ്ടാക്കി. ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മേളത്തിന്റെ എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കുന്ന ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരെ പുരസ്കാര സമിതി ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻ മാരാരെ ഈ അവാർഡിന് അർഹനായി ഞങ്ങൾ തിരഞ്ഞെടുത്തതിനുള്ള കാരണങ്ങൾ ചെറുതായി വിശദീകരിക്കാം. ഇന്ന് മേളകലയുടെ പ്രമാണിമാരായി വിലസുന്ന 5-6 പേരെ കേരളത്തിലുള്ളൂ. പ്രധാന പൂരങ്ങൾക്ക്, അല്ലാത്ത സ്ഥലങ്ങളുണ്ട്, പ്രധാന പൂരങ്ങൾ നമ്മൾ പറയുന്നത് 15 അതിൽ കൂടുതലോ ചെണ്ടകളൊക്കെയുള്ള പ്രധാന പൂരങ്ങൾ, തൃശ്ശൂർ പൂരം ഉൾപ്പെടെ. അതിൽ ഞങ്ങൾ ആദ്യം നിശ്ചയിച്ചത് സർക്കാരിൻ്റെ ഏതെങ്കിലും പുരസ്കാരം കിട്ടിയവർ, അതായത് പല്ലാവർ പുരസ്കാരം, അതേപോലെ പത്മ പുരസ്കാരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ, ഈ കിട്ടിയവരെ വീണ്ടും സമ്മാനത്തിന് അർഹനായിട്ട് എടുക്കരുത് എന്നൊരു തീരുമാനം ഞങ്ങളെടുക്കും. കാരണം അവർക്ക് ഓൾറെഡി കിട്ടിയതാണ്. അതിനുശേഷമുള്ള അത് കിട്ടാത്ത ഏറ്റവും സീനിയറായിട്ടുള്ള, ഇന്നത്തെ കേരളത്തിലെ സീനിയറായിട്ടുള്ള പ്രമാണിയാണ് ചേരാനല്ലൂർ ശങ്കരൻകുട്ടൻ. നേരത്തെ തീയാടി ഇവിടെ പറഞ്ഞ് ചേലാമറ്റത്തിൻ്റെ പരിസര പ്രദേശമാണ് ഈ ചേരാനല്ലൂര്. അതുകൊണ്ട് ഇവിടെയും കലകളുണ്ടായിരുന്നു. ശരിക്കും ഈ മേളം, നമ്മളിന്ന് കേൾക്കുന്ന പഞ്ചാരി അല്ലെങ്കിൽ അപൂർവ മേളങ്ങൾ മാറ്റി നിർത്താം. ഇതെല്ലാം ഒരുപക്ഷെ ഒട്ടായ ക്ലാസിക് മേളങ്ങളാണ്.
ഇതിന് മുമ്പും ഇവിടെ മേളങ്ങളുണ്ടായിരുന്നു. അതായത് ദ്രവിഡിയൻ കലകളുടെ ഭാഗമായും ഇവിടെ ചെണ്ടമേളങ്ങൾ ഉണ്ടായിരുന്നു. കുടിയേറ്റ് ഈ ഭാഗത്തുള്ള വലിയ ദ്രവിഡിയൻ കലയാണ്. ഇതിനുള്ള മേളങ്ങളായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് വന്നു. പിന്നെയാണ് ഈ ക്ലാസിക്കൽ മേളങ്ങൾ നമുക്ക് പ്രചാരത്തിൽ വന്നത്. ഫെബ്രുവരി 26-ന് ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് പുരസ്കാരം സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VH ഹരിദാസ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ AV വേലായുധൻ നായർ, സെക്രട്ടറി TR സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി MC പ്രകാശ്, ട്രഷറർ TB പ്രസാദ്, കാലടി കൃഷ്ണയ്യർ, ശ്രീവത്സൻ തീയാടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിന് 3 അംഗങ്ങളായിട്ട് ഭരിച്ചത് മൂത്ത ആള്, പ്രായം കൊണ്ടുള്ള ആള്. അത് ഞാൻ കേരളത്തിന് നമ്മൾ 3ആയിട്ട് പൊതുവെ തിരിക്കാറുണ്ടല്ലോ. അപ്പോൾ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ അങ്ങനെ പറഞ്ഞാൽ 3 സ്ഥലത്തു നിന്നും ആകസ്മികമായിട്ട് പ്രാതിനിധ്യം വന്നു എന്നതാണ്. അപ്പോൾ വടക്കേ മലബാറുകാരനായിട്ടുള്ള കാസർഗോഡ് ജില്ലക്കാരനാണ് വിഷ്ണുനാഥ് സാർ. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയാകുമ്പോഴും പഴയമായിട്ടുള്ളത് കൊച്ചിയാണ്. കൊച്ചിയുടെ രാജ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ പെരുമ്പരാവും എന്ന സ്ഥലത്തു നിന്നൊരു തോട് കടന്നാൽ മാത്രം ചാലിശ്ശേരിക്കെത്തിയാൽ ഇതിലെ തെക്കേ മലബാർ തുടങ്ങും. കാലടി പഴയ കണക്കിൽ പെരുമ്പാവൂരും പരിസരങ്ങളൊക്കെ പണ്ടത്തെ തിരുവിതാംകൂറാണ്. അപ്പോൾ ചേലാമറ്റം എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിൻ്റെ മറ്റേ വാദ്യകലാ ഭൂപടത്തിൽ അത്ര പ്രശസ്തി ആർജിച്ച പ്രദേശമാണെന്ന് പറയാൻ കഴിയെങ്കിൽ കൂടി ഇങ്ങനൊരു അവാർഡ് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ പോലും ഒട്ടും പ്രാദേശികമായിട്ട് 4 ആളെ വിളിച്ചിട്ടല്ല ഈ അവാർഡ് തീരുമാനിക്കാനിടയായത് എന്നും ഇതിനൊരു ഓൾ കേരള റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്നുള്ളതൊരു കൗതുകം മാത്രം പങ്കിട്ടുകൊണ്ട്. മീഡിയ സിറ്റി, പെരുമ്പാവൂർ.